സ്പോർട്സിൽ കളിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാ? എനിക്കത് ക്രിക്കറ്റാണ്. ചെറുപ്പം തൊട്ടേ വെക്കേഷൻസിലും ശനി ഞായറിലൊക്കെ രാവിലെ ഭക്ഷണം കഴിച്ചിറങ്ങും. ഏതെങ്കിലും ചേട്ടന്മാരുടെ പറമ്പിൽ പോയിട്ട് കളിക്കും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരും. വീണ്ടും അമ്പലപ്പറമ്പിൽ പോയിട്ട് വൈകുന്നേരം നട തുറക്കണവരെ കളിക്കും. അതായിരുന്നു ഒരു കാലഘട്ടം മുഴുവൻ. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ആയതുകൊണ്ട് എനിക്ക് ലബർ പന്ത് എന്ന് പറഞ്ഞ ഈ തമിഴ് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ക്രിക്കറ്റിനെ ബേസ് ചെയ്തുള്ള സിനിമ ആയതുകൊണ്ട് ഇത് ക്രിക്കറ്റ് അല്ലേ, ക്രിക്കറ്റിനെ കുറിച്ച് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല വെച്ച് പോവാണ്ടിരിക്കണ്ട. കാരണം തമിഴരശൻ പച്ചമുത്ത് എന്ന് പറഞ്ഞ ഈ സംവിധായകൻ മൂപ്പരുടെ ആദ്യത്തെ പടമാണ്. ഒരു സംവിധായകന്റെ ആദ്യത്തെ സിനിമയാണെന്ന് തോന്നിപ്പിക്കാത്ത വിധം 2.5 മണിക്കൂർ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ വളരെ ഭംഗിയിൽ നെയ്തെടുത്തേക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ ക്രിക്കറ്റിന് താല്പര്യമുള്ള ഒരു ക്രിക്കറ്റ് കളിക്കാൻ പോയവർക്കറിയാം, നമ്മളൊരു ഗ്രൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കളിക്കാരൻ്റെ ഒരു ചേട്ടനുണ്ടാവും. മിക്കവാറും എറിയുന്നത് എല്ലാം 6 അടിക്കുകയോ 4 അടിക്കുകയോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും പേടിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ. അതുപോലെ തന്നെ എറിഞ്ഞാൽ തൊടാൻ പറ്റാത്ത എങ്ങനെയും ടൈറ്റായിട്ട് പൂട്ടിടുന്ന ഒരു കിടിലം ബൗളർ. ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാവും. ഈ സിനിമയിൽ ഈ 2 കാറ്റഗറിയിലും പെട്ട ഓരോ ആൾക്കാരുണ്ട്. അവരുടെ റൈവലറിയാണ് ആക്ച്വലി ഈ സിനിമ. എന്നാൽ ആ റൈവലറി, ആ ക്രിക്കറ്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഈ സിനിമ സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രണയമുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഫാമിലി ഡ്രാമ ഉണ്ട്, ജെൻഡർ ഡൈനാമിക്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, കാസ്റ്റ് പൊളിറ്റിക്സ് ഉണ്ട്. ഇതിനെല്ലാം കറക്റ്റായിട്ടുള്ള സ്പേസും കറക്റ്റായിട്ടുള്ള സ്കോപ്പും കറക്റ്റായിട്ടൊരു സ്ഥാനമൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ ഇഴന്നെയ്തെടുത്തൊരു സിനിമ. നല്ല ഭംഗിയിൽ എഴുതിയിട്ടുണ്ട് ഈ സിനിമ. ആട്ടക്കത്തി ദിനേശും ഹരീഷ് കല്യാണാണ് ഈ സിനിമയിലത്തെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. അവർ തമ്മിലുള്ള ഇഷ്യൂ ആണ് ഈ സിനിമ മുമ്പോട്ട് പ്രോഗ്രസ് ചെയ്യുന്നതിന് കാരണമാണത്. ഇതിൽ ഹരീഷ് കല്യാണിന് പേരായിട്ട് ഒരാൾ വരുന്നുണ്ട്, ആട്ടക്കത്തി ദിനേശിന് സ്വാസിക വരുന്നുണ്ട്. അവർക്ക് ചുറ്റും കൂടി വരുന്ന കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. വെറുതെ നായകനെ സ്നേഹിക്കാൻ വേണ്ടി ഒരു നായിക, അല്ലെങ്കിൽ ഭർത്താവിന് കഞ്ഞി വെച്ച് കൊടുക്കാനുള്ള ഒരു ഭാര്യ, അങ്ങനെയൊന്നുമല്ല ഈ സിനിമയിലത്തെ ജെൻഡർ പൊളിറ്റിക്സോ ജെൻഡർ ഡൈനാമിക്സോ ഉള്ളത്. സ്ത്രീകൾക്കൊക്കെ കൃത്യമായിട്ടുള്ള സ്പേസ്, അതായത് ഒരുപാട് ക്ലീഷേസിനെ ബ്രേക്ക് ചെയ്യുന്ന സിനിമയാണ്. അതായത് ചില കാര്യങ്ങളിൽ നമുക്കൊരു സീൻ വരുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയല്ലേ ഉണ്ടാവുക, നമ്മളിത് കുറെ കണ്ടിട്ടുള്ളതാണല്ലോ എന്നുള്ള മൂഡിൽ നമ്മൾ ഇരിക്കുമ്പോൾ അങ്ങനെ ആവില്ല സംഭവിക്കുക. എന്നാൽ ഒരു നമുക്ക് വേണ്ടപ്പെട്ട, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്കമ്മിലേക്ക് തന്നെ അത് എത്തിച്ചേരും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിക്കാവില്ല അത് എത്തിച്ചേരുക. അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെറ്റപ്പ് അല്ല. ഒരാൾ നല്ലവൻ മറ്റൊരാൾ മോശം, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് ഒരു റിഡംഷനോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ സിനിമയിൽ ഉണ്ട്. എല്ലാവരും ഒരു ബോക്സിലിട്ട് വയ്ക്കണമെന്നില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്യൂസ് ഒക്കെ കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ കാസ്റ്റ് പൊളിറ്റിക്സിനെ കുറിച്ചും ജെൻഡർ ഡൈനാമിക്സിനെ കുറിച്ചൊക്കെ സിനിമ സംസാരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഡാർക്ക് സോണിലേക്കൊക്കെ സിനിമയുടെ നരേഷൻ പോകുന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് നമ്മളെ എന്റർടൈൻ ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിരിക്കാനുള്ള കുറച്ച് കോമഡികളൊക്കെ, അങ്ങനെ ആ ബാലൻസ് കറക്റ്റാണ്. നമ്മളെ ഒരുപാട് സമയം ഇമോഷണൽ ആക്കി ഇരുത്തി സിനിമ ഡ്രാഗ് ചെയ്ത് വലിച്ചുകൊണ്ട് പോകുന്നില്ല. പറയേണ്ടത് കൃത്യമായിട്ട് അവിടെ പറയും. അതിന്റെ ഇമോഷൻസ് നമുക്കായിട്ട് കറക്റ്റായിട്ട് കിട്ടും. അപ്പോഴേക്ക് അടുത്തൊരു വഴിക്ക് സിനിമ പോവും. എന്നാൽ അതൊട്ടും ഫോഴ്സ്ഡ് അല്ല. അങ്ങനെ നല്ല രീതിയിൽ ഒരു 2.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ് ഇത്. അടുത്തുള്ള തിയേറ്റേഴ്സിൽ റിലീസായിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന സിനിമയാണ്. ഇനി അതിന് സാധ്യമല്ലെങ്കിലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഈ സിനിമയുടെ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എപ്പോഴെങ്കിലും OTT വരും, അപ്പോഴായാലും കാണാം. ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾക്കിതൊരു ബിലോ ആവറേജ് അനുഭവം ആവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എബോ ആവറേജ് അല്ലെങ്കിൽ എക്സലന്റ് ബ്രില്യൻ്റ് എന്നുള്ളതൊക്കെ സിനിമ നിങ്ങളെ എങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കും എന്നതിനനുസരിച്ചിരിക്കും. എനിക്ക് ടുവേർഡ്സ് ദി എൻഡ് ശരിക്കും ഒരു ക്രിക്കറ്റ് മാച്ചിന്റെ ഉദ്വേഗജനകമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന പോലെയൊക്കെ തോന്നി. നമ്മൾ TV-യിൽ ഒരു വേൾഡ് കപ്പ് ഫൈനൽ കാണുന്ന പോലത്തെ ഒരു പിരിമുറുക്കം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇതിന്റെ മേക്കേഴ്സിന് സാധിച്ചിട്ടുണ്ട്. അത്രയും ഭംഗിയിൽ എഴുതിയിരിക്കുന്ന, സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക, കണ്ടിട്ട് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ പറയുക. എന്തായാലും എനിക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന, ഭയങ്കര ഹാപ്പി ആയിട്ട് കണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു സിനിമയാണ്. അപ്പോൾ അടുത്ത സിനിമയുടെ വിശേഷം കേട്ട് വരാം. വീണ്ടും കാണാം.